പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ഫർദ വാങ്ങിയില്ലേ, എന്താ ആർക്കും ഒന്നും വാങ്ങിയില്ല എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. അതൊരു സർപ്രൈസ് ആയിട്ട് ഉമ്മാനോടും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ കിച്ചണിന്റെ ഉള്ളിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്താ വെച്ചാല് ഇതുവരെയൊക്കെ എല്ലാവരും ചിരിപ്പിച്ചും കളിപ്പിച്ചിട്ടൊക്കെ ഓരോ വീഡിയോ എടുത്തില്ല. ഇടയ്ക്ക് ഓരോന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് എന്തായാലും നമ്മൾ ഇടണം. അപ്പോൾ ആൾക്കാരെ ബോറടിപ്പിക്കാനും പറ്റൂല, എന്നാൽ ബോറടിപ്പിക്കും വേണം, ചിരിപ്പിക്കും വേണം, എല്ലാതും വേണം. അപ്പൊ ഇന്ന് നമുക്ക് എന്തായാലും ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാൻ വിചാരിച്ചു. ഫസ്റ്റത്തെ ട്രൈ ആണ്. നമ്മളെല്ലാവർക്കും നമ്മൾ സോഡിക്കിന്റെ മിക്സി വാങ്ങുമ്പോൾ നമുക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ട് ബ്ലേഡുകളൊക്കെ കിട്ടും. ഈ പൊട്ടാറ്റോ കട്ട് ചെയ്യണത്, ചിപ്സ് കട്ട്, അങ്ങനെ ഒരുപാട് സംഭവം. പിന്നെ ഇതുവരെയൊക്കെ വാങ്ങിയിട്ട് കട്ടിങ്ങിൽ ഇതുവരെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഒരു ഐഡിയ തോന്നി. എന്തായാലും കുട്ടികൾ സ്കൂൾക്ക് പോയിക്കല്ലോ, സ്കൂളിൽ വരുമ്പോഴത്തേനൊരു ചിപ്സ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ രാവിലെ പൂളക്കിഴങ്ങ് വാങ്ങിയതായിരുന്നു. ഇവിടുത്തെ പൂളക്കിഴങ്ങ് വ്യത്യാസമുണ്ട് മക്കളെ. നമ്മുടെ നാട്ടിലത്തെ പൂളക്കിഴങ്ങോ ഇവിടുത്തെ പൂളക്കിഴങ്ങും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഇവിടുത്തെ മണ്ണ് കണ്ടില്ലതാ കറുപ്പ്, ഇതാ ഈ പൂളക്കിഴങ്ങും ആ പൂളക്കിഴങ്ങും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. നാട്ടിലത്തെ പൂളക്കിഴങ്ങിന് വേറെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ അവിടെ നാട്ടിലുള്ള തമിഴ്നാട്ടിലുള്ളവർക്ക് നാട്ടിലത്തെ പൂളക്കിഴങ്ങിനോടാണ് ഭയങ്കര പ്രിയം. പക്ഷെ എനിക്ക് ഇവിടുത്തെ പൂളക്കിഴങ്ങാണ് ഇഷ്ടം. കാരണം ഒരു 2 വിസിൽ തന്നെ കൊളാന്നാവും. ഈ മീൻകറി, ചിക്കൻ കറിയൊക്കെ പാർന്ന് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ ഇവിടുത്തെയും അവിടുത്തെയും പൂളക്കിഴങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഇതാണ് ഇവിടുത്തെ പൂളക്കിഴങ്ങ്. നല്ല ഇതിന് വേവ് ജാസ്തിയാണ്. ഇതിന് നല്ല മൊത്തം ഇതിന് നല്ല മൊത്തം ഇത് വെള്ളം തമ്മിൽ വ്യത്യാസം ഉണ്ട്. അവിടെ ഫുള്ള് കിണറത്തെ വെള്ളങ്ങൾ അങ്ങനെയാണ്. ഇത് നമ്മളെ ബോറിങ്ങിലൊക്കെ ഉപ്പിന്റെ ഒരു ഇത് വരില്ല, അങ്ങനെ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ എന്തായാലും ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉള്ള പരിപാടിയിലാണ്. പൂളക്കിഴങ്ങ് കട്ട് பண்ண தெரியுமா? தெரியாதா? ഞങ്ങളുടെ വീട്ടിലൊരു ചിന്നമ്മ ഉണ്ട്. ചിന്നമ്മ കള്ളിപ്പൊന്നമ്മ മോഹൻലാൽ പടം പത്രിക്ക ആരാ പുതുസാ വന്നിരുന്നത് ചിന്നമ്മ. ആകെ 3 എണ്ണം 1 കിലോനെ വാങ്ങിയിട്ടുള്ളൂ. பூளக்கிழங்குல இந்த மாதிரி கட் பண்ணா எனக்கு ரொம்ப பிடிக்கும். ஈஸியான வேலை என்னதுண்டோ. வெங்காயமே இதே மாதிரி இருந்தா ஈஸியா இருக்கும்ல உனக்கு. வெங்காயத்தோட தோல் தான் ஒடிக்கறோ. இப்ப വരും. ചിന്നമ്മ 2 സ്കൂൾ പോയിക്കാണ്. അതാണ് ഇവിടെ നിശബ്ദത. മിയാസ് സ്കൂൾ പോയിക്കാണ്. എല്ലാവർക്കും ഇപ്പൊ സ്കൂൾ വന്ന് പോയില്ല. രാവിലെ മിയാസിന്റെ ഒക്കെ മുഖം കാണണം. 10 ദിവസം സ്കൂൾ കഴിഞ്ഞിട്ട് ഇതായതല്ലേ. 5 ദിവസം ഇതിപ്പോ മണ്ണ് കണ്ടോ, കറുപ്പ്, ഇതാ കറുപ്പ് മണ്ണ്. அதுக்குதான் தண்ணியில போட்டிருக்குது. கட் பண்ணும்போது தண்ணி. ഈ പൂളക്കിഴങ്ങിന്റെ ஞாபகம் മിയാസ് ഒരു കഥ சொன்னானே, ஞாபகம் இருக்கா? എന്നാ കഥ? ഒരു ദിവസം ഞാൻ അതേമാതിരി പൂളക്കിഴങ്ങും പാൽ കപ്പയും മീൻകറിയും കഴിക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞു. മിയാസിന്റെ പള്ളയിലുണ്ടായിരിക്കുമ്പോ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 2ാം പ്രാവശ്യം എനിക്ക് തിന്നണം പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ദിവസം ഉണ്ടാക്കിയപ്പോ മിയാസ് ഒരു ഡയലോഗ് അടിച്ചു. എനിക്കറിയാ பால்கப்பா தான் நல்லாதான் இருந்துச்சு. நான் மாசமா இருக்கும்போ எங்க அம்மா வயிற்றுக்குள்ளார டியூப் வழியா வந்துச்சு அம்மா எனக்கு. ஆனா சூப்பர் டேஸ்டா இருந்துச்சு. ഇടക്കൊക്കെ മിയാസിങ്ങനെ ഓരോ കഥ വിടും. പള്ളയിൽ ഇരിക്കുമ്പോഴും ഒന്ന് തരാം. അതൊക്കെ ഒരു ബുദ്ധി വേണല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു? പള്ളയെ കിടക്കുമ്പോ വെച്ചപ്പോ ഇരുട്ടാ இருந்துச்சு അമ്മ. ഇരുട്ടാ ഇருக்கு തരാം. ജ്യൂസൊക്കെ കിട്ടി തറക്ക്. ഇടക്കൊക്കെ വണ്ടി ഒരു കോമഡിയാണ്. ഒക്കെ ഇപ്പൊ 3 ദിവസം വീട്ടിലുണ്ടായിട്ടും നമ്മൾ ടൂർ പോയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ല സമയം ഒക്കെ ആയിരുന്നു. ഇപ്പൊ വീട് അടച്ചിട്ട മതി. ഇപ്പൊ ആർക്കും ടിവിയുടെ റിമോട്ട് വേണ്ട, TV കാണണ്ട. മറ്റേത് കുട്ടികളുണ്ടാവുമ്പോ ഞങ്ങൾ അടിമക്കാനായിരിക്കും. ഞങ്ങൾക്ക് സിനിമ കാണണമെങ്കിൽ ടിവിയുടെ റിമോട്ട് വേണം. മറ്റേ ഇപ്പൊ TV എന്ത് തുറന്നിട്ടില്ല. ഇപ്പൊ വരും. ഓരോരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ് മിയാസിന്. പോകുമ്പോ സ്കൂൾക്ക് വരുമ്പോ 4 കല്ല് വരിക. സ്കൂളിന്റെ യൂണിഫോം ഇട്ടാലേ സ്വഭാവം മാറും. അപ്പൊ ഉരുങ്ങിനെ ഇതൊക്കെ ഒരു ഉരുണിമാരുണ്ടല്ലോ. വെള്ളയിന് നല്ല കഴുകണം. ഞാൻ കഴുകിട്ടേ ഒന്ന് തുടക്ക തുണിയിലില്ലെങ്കിലേ എണ്ണയിലിട്ടാ നമ്മുടെ മുഖമൊക്കെ പോവും. എന്റെ മുഖം പോവും. അപ്പോൾ ഞാനൊരു വേറൊരു വിഷയം എന്തായാലും പറയാൻ വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ
പർച്ചേസ് ചെയ്ത വീഡിയോ എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും ഫർദ വാങ്ങിയില്ലേ, എന്താ ആർക്കും ഒന്നും വാങ്ങിയില്ല എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും അറിയാം, നമ്മൾ എപ്പോൾ അജ്മീർ പോയി എന്തൊരു ഫർദാണ് വാങ്ങണമെന്ന് കൂടെ നമ്മൾ എന്തായാലും വാങ്ങും, വാങ്ങാതെ ഇരിക്കൊന്നുമില്ല. അപ്പൊ ഞാനത് വീഡിയോയിൽ കാണിക്കാതെ ഇരുന്നതാണ്. നമ്മൾ എന്തായാലും നാട്ടിലേക്ക് പോകും വെക്കുക, അടുത്ത ആഴ്ച നമുക്ക് എന്തായാലും പൊങ്കലിന് ലീവ് ഉണ്ട്. അപ്പൊ പോകുമ്പോൾ അതൊരു സർപ്രൈസ് ആയിട്ട് ഉമ്മാനോടും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതൊരു സർപ്രൈസ് ആയിട്ട് അവിടെ ഇരുന്നോട്ടെ. പിന്നെ അവിടെ പോകുമ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് ഉമ്മാക്ക് വാങ്ങാതെ ഇരുന്നിട്ടൊന്നുമില്ല ഗൈസ്. ഉമ്മാക്കും ഞാൻ ഫർദ വാങ്ങിയിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ അത് ഞാൻ എന്തായാലും കാണിക്കണില്ല. വാങ്ങിയത് തന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് എന്തായാലും അത് കാണിച്ചു തരാം. ഞാൻ പറയില്ല, സർപ്രൈസ് ആയിട്ട് വെക്കണം വിചാരിച്ചായിരുന്നു. പക്ഷെ നമ്മൾ സബ്സ്ക്രൈബർ നമ്മളെയും കൊണ്ട് പറയണം പറഞ്ഞപ്പോൾ പറയിപ്പിച്ചു ഗൈസ്. അപ്പൊ ഉമ്മാക്കും ഞങ്ങൾ ഫർദയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതെന്തായാലും വഴിയെ നാട്ടിൽ പോയിട്ടുള്ള വീഡിയോസിലൊക്കെ ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം സർപ്രൈസ് ആയിട്ട് അവിടെ എടുത്തു വെക്കും. പക്ഷെ ആ സർപ്രൈസ് പറയുമ്പോഴത്തേനും സർപ്രൈസ് വേറെ എവിടേക്കെങ്കിലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ ഉമ്മാക്ക് എന്തായാലും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അജ്മീർക്ക് പോകണം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഒരുപാട് ഫർദയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങാത്തത് കാരണം കൊണ്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾ വാങ്ങിയത്. അതും സെലക്ഷൻ പറഞ്ഞാൽ ഓരോ സമയമുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പോയത് രാത്രി 2 മണിക്കായിരുന്നു, നമുക്ക് രാവിലെ ട്രെയിനായിരുന്നു. ആ ഒരു കിട്ടിയ സമയം കൊണ്ടാണ് ഉള്ളത് ഡിസൈൻ അനുസരിച്ച് പർച്ചേസ് ചെയ്തിട്ട് വന്നത്. അപ്പൊ എന്തായാലും ഉമ്മാക്കും വാങ്ങിയിട്ടുണ്ട്. അതെന്തായാലും വീഡിയോ ഉമ്മാക്ക് എങ്ങനത്തെ വാങ്ങിയിട്ടുള്ളത് എന്ന് എന്തായാലും വീഡിയോയിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടി ചിപ്സിന്റെ പരിപാടിയാണ്. നമുക്ക് ആ പരിപാടിക്ക് പോവാം. കുട്ടപ്പനാക്കിക്കണം. അതിന്റെ വെള്ളമൊക്കെ കൂടി വെള്ളത്തോട് ഇട്ടാലേ നമുക്ക് പണി പാടും. എണ്ണയിലിട്ട മുഖം പടപട. ബിഗ് ബോസിൽ പേർലിമാണി ഗുലാബ് ജാമുൻ ഇട്ടമാരിയാവും. അപ്പോൾ ഇപ്പം എനിക്ക് എല്ലാ സംഭവവും ഈസിയാണ്. ഗോതമ്പ് മാവ് ഈസിയാണ്, ഉള്ളി കട്ട് ചെയ്യണത് ഈസിയാണ്. പക്ഷെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാം. ഈ ഒരു സാധനം ഇത് നമ്മൾ ഓൾറെഡി ഒന്ന് ഡെമോ ചെയ്തതാട്ടോ ഗൈസ്. അതാണ് ഇത് വെള്ള കളറിൽ. ഇത് കൈ തൊടാൻ പറ്റൂല, കൈ തൊട്ടത് പൊളിയും. ഇതാ ഇനി എങ്ങനെ ഇത് വെക്കണം വെച്ചിട്ടോമാ. ഇതിന്റെ മുടി ഇതെന്തിന്റെ ഉള്ളിയുടെ ഫസ്റ്റ് ഞാനിടാം. എനിക്കത് കുട്ടിയുടെ മാതിരി വളയുന്നു. ഞാൻ ഇതുവരെക്കും ഈ ഒരു ബ്ലേഡ് വെച്ചിട്ട് ഇതുവരെക്കും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ ഒരു അടിയത്തെ അത് വെച്ച് മാത്രം ഉള്ളി ചെറുതാക്കിയിട്ട് കുറുമക്കും അതും ഇതിന് വേണ്ടിയിട്ടുള്ളൂ. ഫസ്റ്റ് ആണ് ബ്ലേഡ് വെച്ചിട്ട് ട്രൈ ചെയ്തത്. மொத்தமா இருக்கு அது போல இங்க பாரு அது மொத்தமா இருக்கு ரெண்டாவதா பண்ணணும் அப்ப உள்ளேக்கு போகுது என்னமோ ஆயிருக்குது சின்ன சின்னதாயிடுச்சு ரொம்ப கிராஸா இருக்கு ஒரு சில பெருசா இருக்கு நம்ம குச்சிக்கிழங்கு சின்னது ദാ போதும் വീട്ടിലുള്ളതാണ് ഇനിയിപ്പോ റിസ്ക് എന്താണെന്നറിയോ ഇതിങ്ങനെ ഒന്നൊന്നും ഇടാൻ പറ്റൂല ഇതിങ്ങനെ വടർത്തി വേണം എണ്ണയിലോട്ടിടാങ്ങതാ ആദ്യമായിട്ടാണ് പൊട്ട് ചിപ്സ് ഉണ്ടാക്കാൻ പോണത് ഇത് പത്തിയാണ് ചുമ്മാ ഇരിക്കണ നേരത്തെ ഇതിനെങ്ങനെ വടക്കി വെച്ചൂടെ ഇത് മൂത്രം ഒഴിക്കണ മാതിരി ഉണ്ടോ ഈ സാധനം അത് കാരണം കൊണ്ടില്ലേ ഇതിങ്ങനെ പോരാ ചിപ്സ് വേണം മഴ മഞ്ഞാണേ എണ്ണക്കുപ്പിയല്ല നമ്മൾ ട്രെയിനിൽ പോകുമ്പോ എണ്ണ എങ്ങനെ ഉണ്ടായിരുന്നു ഐസ് കട്ട് ചെയ്തു എല്ലാരും ഇവിടുന്ന് ഓടിക്കോളി അപ്പൊ നീട്ട എപ്പടി വരൂ முழுசா வச்சு அந்த சீக்கிரத்தில் வெட்டுவாங்க இப்படி கிராஸாக வெட்டுவாங்க பட்டையை அந்த மரம் இதில் வரும்ல
ഡെയിലി ചിപ്സ് ചെയ്യ പോരാ ഇല്ലല്ല. ഇതൊന്ന് ട്രൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം കായണം. അത് ഇട്ട് നോക്കട്ടെ, പൊട്ടുണ്ടോ നോക്കാം. പൊട്ടുണ്ടെങ്കിൽ 100 മൈൽ അകലെ നിൽക്കണം. ആ പൊന്തിനുണ്ട് ചിപ്സ്. സക്സസ്. ഡമോ കിട്ടത് വെന്തോ ഇല്ല കഴിഞ്ഞോ? എന്ത് സംഭവം? എണ്ണ കായത്തിനൊരു പൊട്ടല്ലോ. അത് ഡമോ കിട്ടാണ് പൊട്ടിത്തെറിക്കുന്ന നോക്കാൻ വേണ്ടിട്ട്. வந்து ചിപ്സ് ആയിடுச்சு. എണ്ണ കാണിച്ചു. ഇത് ഉണ്ടാക്കുന്നതല്ലേ, ഇതിങ്ങനെ പിരിച്ച് ഓരോന്നോരോന്നിടണം. അതാണ് തലവേദന. അതൊക്കെ ഇതാ എളുപ്പപ്പണി കടയിൽ നിന്ന് വാങ്ങിക്കുന്നു. ഒട്ടിപ്പിടിച്ച ഒന്നിട്ട് മേലെ ഒട്ടിപ്പിടിച്ച വേവൂല. വേണ്ട, ഒട്ടിപ്പിടിച്ചില്ല. ചിപ്സ് കൊണ്ട് കൊടുക്കുക. ഉരുണ്ട പിടിച്ച് என்ன பண்ணுவாங்கன்னா அது கட்டையை வச்சு எண்ணெய் காஞ்சோன்னு இப்படி சீவி அதிலே போடுவாங்க. அதெல்லாம் கொஞ்சம் வெளியே வராதில்ல, ஒன்றா போடுவாங்க. അതും ഡേഞ്ചറാണ്. എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കൈയൊക്കെ പോകും. ചുങ്ങിച്ച് വന്നിരിക്കുമോ? അങ്ങടെ പോയി വരാൻ മനസ്സില്ല ഉണ്ട്. ഞാനിത് കൊളായിന്ന് വിചാരിച്ചു, പക്ഷെ കൊളൊന്നായിട്ടില്ല. ടേസ്റ്റ് ഉണ്ട് സംഭവം. അപ്പൊ ഞാൻ ഇതെന്തായാലും ചപ്പെന്ന് വിചാരിച്ചു. അപ്പം എന്താ ഉപ്പും മുളകും പൊടി ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ. ഇനി ഉപ്പും മുളകും പൊടി ഇട്ടിട്ട് നമുക്ക് ഫുള്ള് പൊടിച്ചിട്ട് കാണിച്ചു തരാം. നമ്മളെ ചിപ്സ് ഇതാ ചുട്ട് വെച്ചിട്ട്, ചുട്ടല്ല പൊരിച്ച് വെച്ചിരിക്കുന്നത്. അടിച്ചാ ഫസ്റ്റത്തെ ട്രൈ ആണ്. അപ്പൊ ഇനി ഇത് ചപ്പൊന്നും ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിനെന്ത് ടേസ്റ്റ് കൂട്ടണ്ടേ? കുറച്ച് മുളകും പൊടി ഉപ്പും വെള്ളമാ നിറയെ പൊട്ട കമ്മി പൊട്ട കുറച്ചതാ തിമ്പാങ്ങ. ഒരു ടേസ്റ്റിക്ക് എരി ഉണ്ടെങ്കിൽ തിന്നില്ല. ചിപ്സ് റെഡി. ലാസ്റ്റ് ആ പൊടിയായത് കണ്ടില്ലേ മിക്സിയിൽ? ഇത് ശരിക്കും പറഞ്ഞാൽ മിക്സിയിൽ പോടുമ്പോൾ ഇരിക്കൊക്കെ ജാമായിരുന്നു. അതെന്താ ചെയ്യുന്ന സാധനത്തിൽ ചെയ്യുന്ന കേട്ടോ. ഞാൻ തിന്നിപ്പോക്കട്ടാ നല്ലവർക്കല്ലേന്ന്. ഇപ്പൊ ചിപ്സ് ഉണ്ട്, ചിപ്സോടെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ സ്നാക്സ് റെഡിയായി. ഞാൻ ഒരു ഏകദേശം ഇപ്പോൾ കറക്റ്റ് 4 മണി 4:05 സാധനം വരും. 4:35 നിയാസ് വരും. അപ്പത്തിന് ഇന്നത്തെ സ്നാക്സും ചായ എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചായ അല്ല, ഒരു പാല കുടിക്കല്. അപ്പൊ അതിന് സ്നാക്സ് ചിപ്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ വന്നത് എന്താ കഴിക്കും വന്ന മിയാസും സാരിയും. അപ്പൊ ഞങ്ങളുടെ വൈകുന്നേരം ഇന്ന് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും. ഇങ്ങനെയൊക്കെയാണ് ഇന്ന് ഓരോരോ വൈകുന്നേരം ഓരോരോ സ്നാക്സ് ആയിട്ടും അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ എടുക്കും. എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.